നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ IPL നിന്ന് പുറത്തായിരിക്കുന്നു. നമ്മുടെ സഞ്ജു സാംസന്റെ കളി ഇനി ഈ സീസണിൽ IPL കാണാൻ കഴിയില്ല. ഗുജറാത്ത് ടൈറ്റൻസിനോട് 89 റണ്ണിൻ്റെ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. 229 റൺ അടിച്ച ആദ്യം ബാറ്റ് ചെയ്ത് 229 റൺ അടിച്ചു ഗുജറാത്ത് ടൈറ്റൻസ്. ഇവർക്ക് ചെന്നൈക്ക് 13 ഓവർ 140 റണ്ണ് മാത്രം അടിക്കാൻ കഴിഞ്ഞുള്ളൂ. 7 ഓവർ ബാക്കി നിൽക്കുമ്പോൾ ഓൾ ഔട്ടായി, എല്ലാവരും പുറത്തായി. ചെന്നൈ തീർച്ചയായിട്ടും ഈ സീസണിൽ വേണ്ട വിധം കളിച്ചിട്ടില്ല. ഒരു ഓൾ അറ്റാക്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ടീം എന്ന നിലയിൽ നന്നായി കളിച്ചതേയില്ല. അതുതന്നെയാണ് കാരണം. ചില 3-4 ഇന്നിങ്സുകൾ, ഗംഭീര ഇന്നിങ്സുകൾ സഞ്ജു സാംസൺ കളിച്ചു, അതൊക്കെ ജയിച്ചു. മറ്റ് കളികളിൽ സഞ്ജു പരാജയപ്പെട്ടു, ചെന്നൈയും പരാജയപ്പെട്ടു. ഉർവിൽ പട്ടേൽ എന്ന പുതിയ കളിക്കാരൻ ഒരു ഇന്നിങ്സ് ഗംഭീരമായി കളിച്ചു. അന്ന് 13 പന്തിൽ അർദ്ധ സെഞ്ചുറി അടിച്ചു, ആ കളി ജയിച്ചു. അങ്ങനെ വ്യക്തികൾ അടിച്ച ചില ഇന്നിങ്സുകളുടെ ബലത്തിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് 1-2 നല്ല ഇന്നിങ്സ് കളിച്ചു. അതിൻ്റെ ബലത്തിൽ ജയിച്ചതല്ലാതെ ഒരു ടീം എന്ന നിലയിൽ 11 പേരും ഒരുമിച്ച് സംഭാവന നൽകി ഒരു കളി അവർ ജയിച്ചില്ല. അത് വലിയ വിധത്തിൽ അവരെ ബാധിച്ചു. ഒരു ടീം എന്ന നിലയിൽ വ്യക്തികൾ 1-2 പേർ തിളങ്ങി എന്നുള്ളതിനപ്പുറം, അപ്പോഴൊക്കെ ജയിച്ചു എന്നതിനപ്പുറം, ഒരു ടീം എന്ന നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനേ കഴിഞ്ഞില്ല. അവരുടെ ബൗളിങ്ങൊക്കെ ശരാശരിയിൽ മീതെ പോയി എന്ന് പറയാൻ കഴിയില്ല. അൻഷുൽ കാംബോജ്, ഖലീൽ അഹമ്മദ്, പിന്നീട് അവസാനം വന്ന സ്പെൻസർ ജോൺസൺ, ഒരാളും അത്ര ഗംഭീരമായി ബോൾ ചെയ്തില്ല ഫാസ്റ്റ് ബോളിങ്ങിൽ. സ്പിന്നർമാർ പിന്നെയും കുറേ കൂടി അഖിൽ ഹുസൈനും നൂർ അഹമ്മദും കുറച്ചും കൂടി ഭേദപ്പെട്ട് ബോൾ ചെയ്തു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒരു ടീം എന്ന നിലയിൽ മൊത്തത്തിൽ ആസ് എ ടോട്ടാലിറ്റിയിൽ ഒരു ടോട്ടൽ ടീം എന്ന നിലയിൽ അവർ പരാജയപ്പെട്ടു. അതുതന്നെയാണ് ചെന്നൈയുടെ ഇത്തവണത്തെ പരാജയത്തിന് കാരണം. അവരുടെ ക്യാപ്റ്റന് അവരെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ നയിക്കാനും കഴിഞ്ഞില്ല. അദ്ദേഹവും ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു മാത്രമാണ് ചില നല്ല കളികൾ കളിച്ചത്. പക്ഷേ അതും പോരാ, ആ സ്ഥിരതയും പോരാ എന്നുള്ളതാണ്. ചെന്നൈ ഒരു ടീം എന്ന നിലയിൽ മികച്ച നിലയിൽ കളിക്കുന്നതിൽ പരാജയപ്പെട്ടു. ആ പരാജയം മൊത്തത്തിൽ ആ ടീമിനെ ബാധിക്കുക തന്നെ ചെയ്തു.